അങ്ങനെ ഫാറിൻ്റെ തിയേറ്റർ റിലീസ് 2023 ഡിസംബർ അതുപോലെ 2024 ജാനുവരി ഒരു സെക്കൻഡ് വീക്കോടുകൂടി തീരുകയാണ്. വാട്ട് നെക്സ്റ്റ്? 2024 ജാനുവരി സെക്കൻഡ് വീക്കിന് ശേഷം ഞങ്ങൾ വീണ്ടും OTT പിച്ചിങ് സ്റ്റാർട്ട് ചെയ്യണം. കാരണം ചില OTT പ്ലാറ്റ്ഫോംസ് ആ സമയത്ത് തിയേറ്റർ റിലീസ് കഴിഞ്ഞ മൂവീസ് എടുക്കുകയുള്ളൂ എന്നുള്ളൊരു പോളിസി ഉണ്ടായിരുന്നു. സോ വി സ്റ്റാർട്ടഡ് ആക്റ്റീവ്ലി പിച്ചിങ് അഗെയിൻ. അങ്ങനെ ഒരു 6-7 മന്ത്സ് പിന്നെയും ഞങ്ങൾ പിച്ച് ചെയ്തു മൂവി. പക്ഷേ ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു റിയലൈസേഷനിലേക്ക് എത്തി ദാറ്റ് ഫാറിന് ഒരു OTT റിലീസ് കിട്ടാനുള്ള സാധ്യത വളരെ വളരെ കുറവായിരിക്കുന്നു. വിച്ച് മെയ്ഡ് us ടേക്ക് ദ ടഫ് ഡിസിഷൻ ഓഫ് റിലീസിങ് ഫാർ ഓൺ യൂട്യൂബ്. കുറച്ച് വിഷമകരമായിരുന്നു സത്യം പറഞ്ഞാൽ. കാരണം ഞങ്ങളിപ്പോഴും അതൊരു OTT സ്പേസിൽ വിഷ്വലൈസ് ചെയ്തൊരു ഫിലിമായിരുന്നു. കാരണം ഏതെങ്കിലും ഒരു OTT പ്ലാറ്റ്ഫോമിൽ വരുമെന്ന് വളരെ ഉറച്ച് വിശ്വസിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. പക്ഷേ ഒരു പോയിന്റിൽ ഞാൻ റിയലൈസ് ചെയ്തു, ഇനിയും ആ മൂവി നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുന്നതിൽ അത്ര അർത്ഥമില്ല. ഇറ്റ് ഷുഡ് ബി ഔട്ട് ദെയർ ഫോർ പീപ്പിൾ ടു വാച്ച്. അങ്ങനെ 2024 ഒക്ടോബർ 10th 10 AM ഒക്ടോബർ 10th രാവിലെ 10:10 ഞങ്ങൾ ഫിലിം യൂട്യൂബിൽ റിലീസ് ചെയ്തു. ആൻഡ് ഇപ്പോൾ മൂവി യൂട്യൂബിൽ അവൈലബിൾ ആണ്. ആൻഡ് ഓൾമോസ്റ്റ് ഒരു 8,000 ക്ലോസ് ടു 8,000 പീപ്പിൾ വാച്ച്ഡ് ഇറ്റ്. ആൻഡ് വളരെ നല്ല ഫീഡ്ബാക്ക്സ് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ആൻഡ് ഐ റിക്വസ്റ്റ് ഓൾ ഓഫ് യു ടു വാച്ച് ഫാർ. നിങ്ങളുടെ എല്ലാവരുടെയും ഫീഡ്ബാക്ക്സ് കമൻസിലും അതുപോലെ അതിൻ്റെ റിയാക്ഷൻസിലൊക്കെ അറിയിക്കണം. ഒത്തിരി കേൾക്കാൻ ആഗ്രഹമുണ്ട്. നല്ലതായാലും നെഗറ്റീവായാലും ആത്മാർത്ഥമായിട്ട് ഫാർ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ അറിയിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു.